ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC, LGS തുടങ്ങിയ 10th ലെവൽ അതുപോലെ +2 ലെവൽ എക്സാമിനൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? കോസി, ദാമോദർ, കൃഷ്ണ, മഹാനദി. ഉത്തരം ഓപ്ഷൻ ബി, ദാമോദർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്: സാമ്പത്തിക ആസൂത്രണം, വില നിയന്ത്രണം, വനം, ജലസേചനം. ഉത്തരം ഓപ്ഷൻ ഡി, ജലസേചനം. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ഏത്? പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ഏത്? ലാക്റ്റിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഉത്തരം ഓപ്ഷൻ എ, ലാക്റ്റിക് ആസിഡ്. പല്ലുകൾക്ക് കേടുവരുത്തുന്നത് ലാക്റ്റിക് ആസിഡ്. ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ. ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 49, ആർട്ടിക്കിൾ 47, ആർട്ടിക്കിൾ 44, ആർട്ടിക്കിൾ 43. ഉത്തരം ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 49. ഷുഗർ ബേബി ഏതിനം വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? ഷുഗർ ബേബി എന്നറിയപ്പെടുന്ന വിത്ത് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? പപ്പായ, കരിമ്പ്, തണ്ണിമത്തൻ, തക്കാളി. ഓപ്ഷൻ സി, തക്കാളി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര്? ജ്യോതിറാവ് ഫുലെ, CR ദാസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാല ലജ്പത് റായ്. ഓപ്ഷൻ ബി, CR ദാസ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏത്? ജീവകം B7, ജീവകം B2, ജീവകം B9, ജീവകം B10. ഉത്തരം ഓപ്ഷൻ എ, ജീവകം B7. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? കുറിച്യർ, വേടർ, പണിയർ, മലയരയർ. ഉത്തരം ഓപ്ഷൻ സി, പണിയർ. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആസ്ഥാനം. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആസ്ഥാനം ന്യൂഡൽഹി, പൂനെ, നാസിക്, കാൺപൂർ. ഉത്തരം ഓപ്ഷൻ എ, ന്യൂഡൽഹി. ഇന്ത്യയിൽ ദേശീയ സാക്ഷരതാ മിഷന് തുടക്കം കുറിച്ച വർഷം. ഇന്ത്യയിൽ ദേശീയ സാക്ഷരതാ മിഷന് തുടക്കം കുറിച്ച വർഷം: 1998, 1994, 1991, 1988. ഉത്തരം ഓപ്ഷൻ ഡി, 1988. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി: സ്വാതി തിരുനാൾ, റാണി സേതുലക്ഷ്മി ഭായ്, ശ്രീചിത്തിര തിരുനാൾ, റാണി ഗൗരി ലക്ഷ്മി ഭായ്. ഉത്തരം ഓപ്ഷൻ ബി, റാണി സേതുലക്ഷ്മി ഭായ്. ചുവടെ പറയുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏത്? ചുവടെ പറയുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടാത്തത്: ഡെങ്കിപ്പനി, മുണ്ടിനീര്, ക്ഷയം, വസൂരി. ഓപ്ഷൻ എ, ഡെങ്കിപ്പനി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? തുഷാർ കാന്തി ഘോഷ്, ശിശിർ ഘോഷ്, ചലപതി റാവു, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഉത്തരം ഓപ്ഷൻ സി, ചലപതി റാവു. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഭൗതിക മാറ്റത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ജലം തിളയ്ക്കുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത്, ഐസ് ജലമാകുന്നത്. ഓപ്ഷൻ ബി, ഇരുമ്പ് തുരുമ്പിക്കുന്നത്.
തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ, സി കേശവൻ, പട്ടം താണുപിള്ള. ഉത്തരം ഓപ്ഷൻ ഡി, പട്ടം താണുപിള്ള. കുട്ടികളുടെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കാൻ കേരള സാമൂഹിക നീതി വകുപ്പ് മുൻകൈയെടുത്ത് നടത്തുന്ന സമഗ്ര പദ്ധതി. കുട്ടികളുടെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കാനായി കേരള സാമൂഹിക വകുപ്പ് മുൻകൈയെടുത്ത് നടത്തുന്ന സമഗ്ര പദ്ധതി. ധ്വനി, ശ്രുതി തരംഗം, കാതോരം, ശ്രുതിമധുരം. ഉത്തരം ഓപ്ഷൻ സി, കാതോരം. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിത ആര്? ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിത. മദർ തെരേസ, ആനി ബസന്റ്, വിക്ടോറിയ രാജ്ഞി, സിസ്റ്റർ നിവേദിത. ഉത്തരം ഓപ്ഷൻ ബി, ആനി ബസന്റ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത തൊഴിൽ മേഖല. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത തൊഴിൽ മേഖല. റബ്ബർ വ്യവസായം, കയർ വ്യവസായം, പഞ്ചസാര വ്യവസായം, കൈത്തറി വ്യവസായം. ഓപ്ഷൻ ബി, കയർ വ്യവസായം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് താഴെ പറയുന്നവയിൽ എവിടെയാണ്? കണ്ണൂർ, പൂജപ്പുര, വിയ്യൂർ, കൊട്ടാരക്കര. ഉത്തരം ഓപ്ഷൻ സി, വിയ്യൂർ. മനുഷ്യ ശരീരത്തിൽ ഗോളരസന്ധി കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ. മനുഷ്യ ശരീരത്തിൽ ഗോളരസന്ധി കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെ? കൈമുട്ട്, കാൽമുട്ട്, കൈക്കുഴ, കാൽക്കുഴ, കഴുത്ത്, തോളെല്ല്, ഇടുപ്പെല്ല്. ഉത്തരം ഓപ്ഷൻ ഡി, തോളെല്ല്, ഇടുപ്പെല്ല്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത. സുജാത വി മേനോൻ, ഓമന കുഞ്ഞമ്മ, കെ കെ ഉഷ, ഫാത്തിമ ബീവി. ഉത്തരം ഓപ്ഷൻ സി, കെ കെ ഉഷ. അടുത്ത ചോദ്യം, കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ബോൾഗാട്ടി കൊട്ടാരം പണികഴിപ്പിച്ച വിദേശികൾ. കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ബോൾഗാട്ടി കൊട്ടാരം പണികഴിപ്പിച്ച വിദേശികൾ. ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ. ഉത്തരം ഓപ്ഷൻ ഡി, ഡച്ചുകാർ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആര്? അയ്യത്താൻ ഗോപാലൻ, അയ്യങ്കാളി, കുറുമ്പൻ ദൈവത്താൻ, വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ ബി, അയ്യങ്കാളി. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ആര്? പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ആര്? റോമർ, തോമസ് യങ്, ലിയോൺ ഫുക്കാൾട്ട്, മാക്സ് പ്ലാങ്ക്. ഓപ്ഷൻ സി, ലിയോൺ ഫുക്കാൾട്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക, കേരളം. ഉത്തരം ഓപ്ഷൻ ഡി, കേരളം.